സൗരയൂഥത്തിലെ വിസ്മയങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമുക്ക് 3 കുള്ളൻ ഗ്രഹങ്ങളെ പരിചയപ്പെടാം. സൗരയൂഥം എന്ന് കേൾക്കുമ്പോൾ 8 ഗ്രഹങ്ങളെയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഇവരെ കൂടാതെ നിഗൂഢതകൾ നിറഞ്ഞ മറ്റൊരു ലോകം കൂടിയുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളുടെ ലോകം. ഇതിൽ ആദ്യം പരിചയപ്പെടേണ്ടത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലെ രാജാവായ സെറസിനെയാണ്. കുള്ളൻ ഗ്രഹമായ സെറസിന് ഒരു വലിയ ഉൽക്കയുടെ രൂപമല്ല, മറിച്ച് കൃത്യമായ ഗോളാകൃതിയാണുള്ളത്. ഇതിന്റെ പ്രതലത്തിനടിയിൽ വലിയ തോതിൽ ജലാംശമുണ്ടെന്ന് ശാസ്ത്രലോകം കരുതുന്നു. സൗരയൂഥത്തിന്റെ മധ്യഭാഗത്ത് ഇത്രയും വലിയൊരു ഐസ് ലോകം നിലനിൽക്കുന്നു എന്നത് കൗതുകകരമായ വസ്തുതയാണ്. അടുത്തതായി സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഖൈപ്പർ ബെൽറ്റിലെ അതിഥികളെ നോക്കാം. അവിടെയാണ് ഒരു കാലത്ത് നമ്മുടെ 9ാം ഗ്രഹമായിരുന്ന പ്ലൂട്ടോ ഉള്ളത്. വിശാലമായ സമതലങ്ങളും കിലോമീറ്ററുകളോളം ഉയരമുള്ള മഞ്ഞുമലകളും പ്ലൂട്ടോയെ വേറിട്ട് നിർത്തുന്നു. പ്ലൂട്ടോ ഗ്രഹപ്പട്ടികയിൽ നിന്ന് പുറത്താകാൻ കാരണക്കാരനായ ഈറിസ് ആണ് ഈ പട്ടികയിലെ 3ാമൻ. പ്ലൂട്ടോയേക്കാൾ കൂടുതൽ പിണ്ഡമുള്ള ഈറിസിന്റെ കണ്ടെത്തലാണ് കുള്ളൻ ഗ്രഹം എന്ന പുതിയ വിഭാഗം തന്നെ ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത്. സൂര്യനെ ഒരു തവണ വലം വെക്കാൻ 557 വർഷങ്ങളെടുക്കുന്ന ഈറിസ് സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പേറിയ ഇടങ്ങളിൽ ഒന്നാണ്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ 3 ഗ്രഹങ്ങളും സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.